അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ വളരെ പവിത്രമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റമളാനിൻ്റെ ആദ്യത്തെ പത്തായ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കേണ്ട വിഷയമാണ് റഹ്മത്ത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര അമലുണ്ടായിട്ടും കാര്യമില്ല, എത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചിട്ടും കാര്യമില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതെ നമുക്ക് വിജയം സാധ്യമാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവ്വലുഹു റഹ്മ വ ഔസത്തുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖു മിനന്നാർ. ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ്. അതിൽ റഹ്മത്തിനെ ധാരാളമായി ചോദിക്കണം എന്നുള്ളത് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ റഹ്മത്ത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് 100 റഹ്മത്തുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അള്ളാഹു 99 റഹ്മത്ത് പരലോകത്തേക്ക് മാറ്റിവെച്ച് ഒന്ന് മാത്രമേ അള്ളാഹു ഇവിടെ നൽകിയിട്ടുള്ളൂ. ആ ഒന്നാണ് നമ്മളെ ചെയ്യുന്ന എല്ലാ കരുണയും, നമ്മളെ ചെയ്യുന്ന എല്ലാ സ്നേഹവും ആ ഒന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് അത് പരലോകത്തേക്ക് മാറ്റിവെച്ചതാണ്. അത് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കണം. അതിനായിട്ടുള്ളൊരു പത്താണ് ഈ 10. ഇൻഷാ അല്ലാഹ് അതിനെങ്ങനെയാണ് ചോദിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ഷരീഫാണ്. നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ നല്ല സ്വതക്കകൾ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും സമയങ്ങളുണ്ട്. നമ്മുടെ അവസാന റമളാൻ ആകാതിരിക്കട്ടെ. ഇതെങ്ങാനും അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു 50 പേരുടെ നോമ്പ് തുറ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 പേരുടെ 10 പേരുടെയൊക്കെ ഇതിലേക്ക് അറിയിക്കാം. നിങ്ങളുടെ നിയ്യത്തുകൾ ഈ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. പ്രത്യേകം നമ്മൾ ദുആ ചെയ്യും എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട് അല്ലേ. ഇപ്പോൾ രാത്രി എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരിത് കേൾക്കുന്നവരുണ്ട്, ഉപ്പമാരുണ്ട്. പള്ളിയിൽ ആദ്യമായിട്ട് അതിന് എഴുന്നേൽക്കുന്നതിൻ്റെ മുക്രി എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പേ പള്ളിയിലെത്തി തഹജ്ജുദ് നിസ്കരിക്കുന്ന പ്രായമുള്ള ഉപ്പമാരുണ്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇബാദത്ത് ചെയ്യണ്ടെന്നല്ല പറയുന്നത്, ഇബാദത്ത് ചെയ്യലോടുകൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും കൂടെ ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ആ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം കൂടെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു വലിയ ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ റഹ്മത്ത് ഉണ്ടായാലേ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത് പറയാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. ഒരു ആബിദായ മനുഷ്യനുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു സംഭവമാണ് ഇത് കേട്ടോ. ഒരു ആബിദായ മനുഷ്യനുണ്ട്. ആബിദ് പറഞ്ഞാൽ ഇബാദത്തിലായിട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ എന്നാണ് അതിനർത്ഥം. അള്ളാഹുവിലെ ഇബാദത്തിലായിട്ട് കഴിയുന്ന ആബിദായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ശൈലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും, പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കും. ഇതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഒരു ഹറാമും ചെയ്യുന്നില്ല, ഒരു കറാഹത്തും ചെയ്യുന്നില്ല, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഇല്ല. കാരണം എന്താ? അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നത് സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൽ നിന്നിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ പാറക്കല്ലിന് ചുറ്റും വിശാലമായ സമുദ്രമാണ്. അനന്തതയിലേക്ക് നീണ്ടു നിൽക്കുന്ന അനന്തമായ സമുദ്രം. ഒരാളും അയാളോട് ഇടപെടാനില്ല, ആരും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. അള്ളാഹു അദ്ദേഹത്തിന് 2 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഉപ്പ് ജലത്തിൻ്റെ ഇടയിലൂടെ അള്ളാഹു അവർക്ക് നല്ല ശുദ്ധമായ തെളിനീര് കൊടുക്കും. ഈ നോമ്പ് മുറിക്കാനോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നല്ലൊരു റുമ്മാൻ അള്ളാഹു നൽകുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് നോമ്പെടുത്ത് ഇബാദത്ത് ചെയ്ത് തെറ്റുകൾ ചെയ്യാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു. എത്ര വർഷം ഇബാദത്ത് ചെയ്തു എന്നറിയോ? 500 വർഷക്കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു. നോക്കൂ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കറാഹത്തും ചെയ്തിട്ടില്ല, ഒരു ഹറാമും ചെയ്തിട്ടില്ല. പകൽ മുഴുവനും നിസ്കരിക്കുന്നു, പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, ഇബാദത്തിലാകുന്നു, രാത്രി നിന്ന് നിസ്കരിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹം മാത്രമാണുള്ളത്, മരണപ്പെടുന്ന സമയത്ത് സുജൂദിൽ കിടന്ന് മരണപ്പെടണം. നിങ്ങളിത് കേൾക്കുന്നവരിൽ സുജൂദിൽ കിടന്ന് മരണപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
മനസ്സറിഞ്ഞ് ഇൻഷാ അള്ളാഹ് എന്ന് എഴുതി അറിയിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം സുജൂദിൽ കിടന്ന് മരണപ്പെടണം എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വാനലോകത്തേക്ക് കയറിപ്പോകുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അദ്ദേഹം മരണപ്പെട്ട് സുജൂദിലായി കിടക്കുന്നത് ഞങ്ങളിങ്ങനെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വളരെ ആത്മാർത്ഥതയിൽ ഇബാദത്ത് ചെയ്ത് 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. എന്തായിരുന്നു ദുആ? സുജൂദിൽ കിടന്ന് മരണപ്പെടണം. ഞങ്ങളിപ്പോൾ ഇറങ്ങുമ്പോഴും പോകുമ്പോഴൊക്കെ അദ്ദേഹം അങ്ങനെ തന്നെ കിടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ നോക്കൂ, ഈ മനുഷ്യൻ നാളെ പരലോകത്ത് വന്ന് വിചാരണയുടെ സമയത്ത് ഈ മനുഷ്യൻ അള്ളാഹു മലക്കുകളോട് പറയും, ഈ അടിമയെ എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ പറയുമത്രേ, ഞാൻ 500 വർഷക്കാലം അള്ളാഹുവെ അങ്ങേക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തു. 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ല, ഒരാളോടും ഇടപെട്ടില്ല, അത്രമേൽ ശക്തമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്ത എൻ്റെ ഈ ജീവിതം ഉണ്ടല്ലോ, ഞാൻ ഈ ചെയ്ത അമല് കൊണ്ട് എനിക്ക് സ്വർഗത്ത് കിടക്കണം എന്ന് പറയും. അപ്പോൾ അള്ളാഹു പറയും, അദ്ഖിൽ അബ്ദി ബിറഹ്മത്തി, എൻ്റെ അടിമയെ എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവിൻ. ഇവർ വീണ്ടും പറയും, അല്ല ഞാൻ ഇത്രയും അമൽ ചെയ്തല്ലോ, അതുകൊണ്ട് ഈ അമൽ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറയും. അങ്ങനെ അള്ളാഹു വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം ഈ 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത എല്ലാ നന്മകളും, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ കുറഞ്ഞു പോകാനൊന്നുമില്ല, എല്ലാം ഇബാദത്തിലാക്കി മാറ്റി ആ മനുഷ്യൻ്റെ 500 വർഷത്തെ ഇബാദത്തും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. കേൾവി ശക്തി, കാഴ്ചശക്തി, ബുദ്ധിശക്തി, നടക്കാനുള്ളത്, 500 വർഷക്കാലം ഇബാദത്ത് ചെയ്യാനുള്ള തോക്കത്ത്, ആഫിയത്ത്, സിഹത്ത്, ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളിലെയും ഒരൊറ്റ അനുഗ്രഹമായ കാഴ്ചശക്തി എന്ന് പറയുന്ന ഈ അനുഗ്രഹം ഈ മുഴുവൻ ഇബാദത്തുകളെയും ഇങ്ങ് വലിച്ചു കൊണ്ടുപോകും. അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള ആ 500 വർഷക്കാലത്തെ ഇബാദത്ത് ഇതിനു പോലും പകരമാകുന്നില്ല. അള്ളാഹു അവന് നൽകിയ കാഴ്ചശക്തിക്ക് പോലും പകരമാകുന്നില്ല. അങ്ങ് വലിച്ചുകൊണ്ടോ. പിന്നെ കേൾവിക്കില്ല, വേറെ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതിന് പകരം ഒരു അമലും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ആ ഇബാദത്ത് ശരിക്ക് തുലാസിൽ തൂക്കി നോക്കിയപ്പോൾ കണ്ണിന് മാത്രമേ പകരാവുന്നുള്ളൂ, വേറെ ഒന്നിനും പകരാവുന്നില്ല എന്നറിയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അങ്ങനെ അവസാനം അദ്ദേഹം പറയൂത്തരെ, അദ്ഖിൽ ബി റഹ്മത്തിക്ക അൽ ജന്നാന്ന്, എന്നെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്വഹാബാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വഹാബാക്കളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ടൊരു ചോദ്യം, സ്വഹാബാക്കൾ മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നുണ്ടൊരു ചോദ്യം, വലാ അന്ത യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ഹബീബ്, അങ്ങും അങ്ങനെ തന്നെയാണോ? അങ്ങക്കും അങ്ങയുടെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂലേ? അമലുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂലേ? റഹ്മത്ത് ഉണ്ടാവണോ എന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഞാനും അള്ളാഹു എന്നെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവിടെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ആഖിർ സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എത്ര അമലുള്ളത്? നേരത്തെ പറഞ്ഞ ആ മനുഷ്യനെ പോലെ അത്ര അമൽ നമുക്കുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റഹ്മത്ത് എത്രത്തോളം കിട്ടിയാലാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക? അള്ളാഹു ഒരു റഹ്മത്താണ് ഈ ഭൂമിയിലേക്ക് നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരൊറ്റ റഹ്മത്ത്. ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് ഈ ഭൂമി ലോകത്തെല്ലാ മൃഗങ്ങളും, ഓരോ അമ്മക്കിളിയും ആ അമ്മക്കിളിയുടെ കുഞ്ഞിന് എത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത്. ഓരോ മാതാവും അവരുടെ മക്കളോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ചില മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹവും ചില മക്കൾ മാതാപിതാക്കളോടുള്ള സ്നേഹമൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തൊരു സ്നേഹം എന്ന് പറയാറില്ലേ? അത് അള്ളാഹു നൽകിയ 100 റഹ്മത്തിൽ നിന്നും ഒരു റഹ്മത്ത്, അതാണ് എല്ലാവരും കൂടെ വിഭജിച്ച് ചെയ്യുന്ന ഈ സ്നേഹവും ഈ ദയയും ഈ അനുഗ്രഹമൊക്കെ അതിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്നേഹത്തിനും ഈ ഇഷ്ടത്തിനും ഈ ദയക്കൊക്കെ ഇത്ര പവർ ഉണ്ടെങ്കിൽ 99 അവിടെ കിടക്കുകയാണ്. അതാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. അതിനാണ് ഈ റഹ്മത്തിൻ്റെ പത്തുള്ളത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം, റബ്ബിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബ് നമുക്കത് നൽകണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചേ മതിയാകൂ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട്
പടച്ച റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.